ഹായ് നമസ്കാരം. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കുറയുമോ? അതായത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലിൽ കുറവൊന്നുമില്ല, അതുകൊണ്ട് ഓയിൽ മാറേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ചിലർ പറയും എൻജിൻ ഓയിൽ ഒരുപാട് കുറഞ്ഞു, നമുക്ക് ഓയിൽ അങ്ങ് മാറിയേക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ എൻജിൻ ഓയിൽ കുറയുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വാഹനങ്ങളിലെ എൻജിൻ ഓയിൽ കുറയുമോ? എനിക്ക് ഒരു നല്ലൊരു കണ്ടൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻജിൻ ഓയിൽ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ കുറയാനുള്ള ഒരു വഴിയില്ല. പിന്നെ ഡീസൽ വാഹനങ്ങൾ കുറച്ച് കുറവ് വരും, കാരണം ചെറിയ രീതിക്ക് ബേണിങ് നടക്കുന്നുണ്ട്. പെട്രോൾ വാഹനങ്ങളിൽ ഒരു കാരണവശാലും എൻജിൻ ഓയിൽ കുറയില്ല. അത് 100% എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻ കേസ് അങ്ങനെ ഓയിൽ പെട്രോൾ വാഹനങ്ങളിൽ കുറയുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ കുറയാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓയിൽ ലീക്ക് കാണും, രണ്ടാമത്തെ കാര്യം നമ്മുടെ വാൽവിൻ്റെ സീലോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ അതിലെ ഓയിൽ കയറി കത്താനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സൈഡിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളത് കൺഫേം ആക്കുക. അതായത് ഇപ്പം പുതിയ വരുന്ന വാഹനങ്ങൾക്കകത്ത് ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റേഴ്സ്, ഇങ്ങനെ ഏതെങ്കിലും രീതിക്ക് ഈ ഓയിൽ ലീക്ക് ആവുകയോ മിക്സ് ആവുകയോ, അതായത് നമ്മളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പ് സ്റ്റിക്ക്, നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുന്ന സ്റ്റിക്ക് നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് എടുത്ത് തൂത്ത് നോക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ കുറയുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ആവാൻ സാധിക്കും. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ നമ്മളത് മസ്റ്റായിട്ടും ഷോറൂംസിൽ കൊണ്ട് കാണിച്ച് അത് എന്താണ് അങ്ങനെ ഓയിൽ കുറയുന്നതെന്നുള്ളത് നമ്മൾ കൺഫേം ആക്കണം. പിന്നെ ഓരോ 10,000 കിലോമീറ്ററാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് പറയുന്നത്. ആ 10,000 വരെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. 10,000 മുമ്പ് തന്നെ ഓയിൽ കുറച്ച് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ റീപ്ലേസ് ചെയ്ത് വിടുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം എൻജിൻ ഓയിൽസിൽ നമ്മൾ റിസ്ക് എടുക്കരുത്, കാരണം എൻജിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് നമ്മുടെ എൻജിൻ ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക.